ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പം ഞാനിന്ന് വന്നത് എന്താണെന്നറിയോ? നിങ്ങളോട് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ പഞ്ചായത്ത് പോയിരുന്നു. പഞ്ചായത്തിൽ CDSൽ എന്നെ ഒരു എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഞങ്ങളെ ADSലുള്ള 11 അംഗങ്ങൾ 10 ആൾ എന്നെ കൂട്ടി 11 അംഗങ്ങൾ ചേർന്ന് എന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ആണ്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചൊരു കാര്യം, ജീവൻ ദീപം ഇൻഷുറൻസിൻ്റെ ഫോം വാർഡിലുള്ള എല്ലാ അയൽക്കൂട്ടക്കാർക്കും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ അയൽക്കൂട്ടങ്ങളിലും എത്തിക്കണം. ആധാറിൻ്റെ ഒരു കോപ്പിയും ഈ ഫോമും പൂരിപ്പിച്ച് 200 രൂപയും അവരെ കയ്യിൽ നിന്ന് വാങ്ങി അത് ഞാൻ തിരിച്ച് CDSൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ നിന്നിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ 64 വയസ്സിൽ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഞാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെതായ ഒരു അറിവില്ലായ്മയും പരുങ്ങലൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ചെയ്യാനിപ്പോൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, അത് 3-4 കൊല്ലത്തിനുള്ളതാണ്. അപ്പോൾ ഒരു തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ ഇത് ചെയ്യാനും മുന്നോട്ട് നല്ല രീതിയിൽ CDSൽ നിന്ന് എന്തെങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടാനോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കാനും, ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ CDSൽ അറിയിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ അതൊക്കെ പോയിട്ട് അവിടെ അറിയിക്കാനും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യാനും ഒക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനൊക്കെ നിങ്ങളോടെല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ എൻ്റെ കൂടെ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ രാവിലെ തന്നെ പോയത് മേപ്പാടി ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലേക്കാണ്. മാരിയമ്മ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ രാവിലെ പോയി പൂജയ്ക്കൊക്കെ കൊടുത്ത് എന്നിട്ടാണ് ഞാൻ പഞ്ചായത്തിൽ പോയത്. 7 ദിവസം, ഇന്നലെയാണ് കൊടിയേറ്റം ഉണ്ടായത്. ഇനി ശനിയാഴ്ച വരെ ഉത്സവമാണ്. ഉത്സവം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കൊടിയിറക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നവരാരെങ്കിലുമൊക്കെ അറിയണവരടുത്തിട്ടാണ് എല്ലാവരും പങ്കെടുക്കുക. ഉത്സവം നല്ല സന്തോഷപ്രദമാക്കുക. അപ്പോൾ ഇപ്പോൾ ഈ 7 ദിവസവും അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് അന്നദാനത്തിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. CDSൽ നിന്ന് വന്നപ്പോൾ തന്നെ നേരം വൈകി. പിന്നെ പേരക്കുട്ടി എന്നെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പരീക്ഷയാണ്. അപ്പോൾ അവളെയും കൂട്ടി ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ വന്നതിൻ്റെ ശേഷം ADSലുള്ള എല്ലാവരോടും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരൊക്കെ കണ്ടിട്ട് എല്ലാ ഫോമുകളൊക്കെ വാങ്ങി പൂരിപ്പിച്ച് അതുപോലെ ചെയ്യും. എല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം കേട്ടോ. സഹകരിക്കണേ. വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കേ.